സ്വാഗതം, വെൽക്കം, വണക്കം. 2026 മാർച്ച് മാസം 14 നമ്മുടെ ലെൻറ്റിൻ്റെ 25 ധ്യാനത്തിലേക്ക് എവരെയും ക്ഷണിക്കുവാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അന്വേഷണത്തിൻ്റെ കേന്ദ്രബിന്ദു നോയമ്പ് എന്നുള്ളത് മനുഷ്യരുടെ സ്വഭാവത്തിൽ, ഹ്യൂമൻ നേച്ചർ, അതിൽ സംഭവിച്ച വൈകല്യം, അതിനെ സൂചിപ്പിക്കുന്ന പഴയ നിയമത്തിലെ സംഭവമാണ് കയീൻ സഹോദരനായ ഹാബേലിനെ കൊന്നു എന്നുള്ളത്. ആ മർമ്മത്തിന് നമുക്ക് കയീൻ മർമ്മം എന്ന പേര് കൊടുക്കാം. കയീൻ പ്രിൻസിപ്പിൾ. അതിൽ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ള വാക്ക് വേണമെങ്കിൽ കയീൻ സിൻഡ്രോം എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ കയീൻ തത്വം അല്ലെങ്കിൽ കയീൻ മർമ്മം അല്ലെങ്കിൽ കയീൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതായിരിക്കും വായിക്ക് കുറച്ചുകൂടെ ഒതുങ്ങുന്നത് എന്നതുകൊണ്ട് നമുക്ക് ആ വിധത്തിൽ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കും. അപ്പോൾ ഇന്ന് നാം അന്വേഷിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ നോമ്പ് കാലം എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ സംഭവിച്ചിട്ടുള്ള, സ്ഥിതി ചെയ്യുന്ന മനുഷ്യ സ്വഭാവത്തെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്ന ഈ കയീൻ മർമ്മം എപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് തന്നെ അതിനെ എപ്രകാരമാണ് അതിജീവിക്കേണ്ടത്. ആദ്യം കയീൻ മർമ്മം അല്ലെങ്കിൽ കയീൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത് അത് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, അതിനെ അതിജീവിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ ആകമാനമായ ഒരു ചിത്രം. ഇതൊരു പഠന രൂപത്തിലാകയാൽ നോട്ട്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും നോട്ട്സ് മാത്രം കേന്ദ്രീകരിച്ച് വളരെ സാവകാശത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ ഇടയാകട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലെൻറ്റ് ആസ് ഡെലിവറൻസ് ഫ്രം ദ കയീൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ആദ്യമായിട്ട് കയീൻ പ്രിൻസിപ്പിൾ എന്ന ഈ പ്രയോഗം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാനത് മനസ്സിലാക്കുന്നത് സ്വയം സെൽഫ്, സ്വയത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കുക. നമുക്കറിയാം, ആദാമും ഹവ്വായും സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവർ ദൈവത്തെ പോലെ തീരേണ്ടതിന് കണ്ണു തുറക്കണമെങ്കിൽ പഴം തിന്നണം. ഇങ്ങനെയുള്ള സാത്താന്യ സമീപനം കൊണ്ടാണ് മനുഷ്യ സ്വഭാവത്തിൽ എക്കാലത്ത് നിലനിൽക്കുന്ന വൈകല്യം ഉണ്ടായത് എന്നതാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യ സങ്കല്പം. അപ്പോൾ ആ ഒരു വെളിപ്പെടുത്തലിൻ്റെ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ പേര് അല്ലെങ്കിൽ നാമം ഉച്ചരിക്കുന്നെങ്കിലും എല്ലാവർക്കും അവരുടെ സ്വയം തന്നെയാണ് അവരുടെ ദൈവം. അല്ലെങ്കിൽ സ്വയത്തിൻ്റെ ലാഭത്തിനും നേട്ടത്തിനും സൗകര്യത്തിനും സംരക്ഷിക്കും വേണ്ടി മാത്രമാണ് മനുഷ്യൻ ദൈവം എന്ന പദം പോലും ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് 10 കൽപ്പനകളിൽ എൻ്റെ നാമം വൃഥ എടുക്കരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വയത്തെ യഥാർത്ഥത്തിൽ ദൈവമായി സങ്കല്പിക്കുകയും എന്നാൽ ദൈവത്തെ പോലെ പ്രവർത്തിക്കാനുള്ള യാതൊരു കഴിവും ഗുണവും മണവും ഈ സ്വയത്തിന് ഇല്ലാത്തത് കൊണ്ട് ആ പരിമിതി ഒന്ന് നീക്കി കിട്ടുവാനായി മാത്രം ദൈവം എന്ന വാക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമോ വ്യാപ്തിയോ മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ഈ മന്ത്രം പോലെ ജപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തോട് താല്പര്യമുണ്ട്, പക്ഷെ ദൈവത്തോട് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ദൈവത്തോട് താല്പര്യമില്ലാത്തത്? നാം തന്നെയാണ് ദൈവം. ഇത് നമുക്ക് സത്യസന്ധത ഇല്ലാത്തവരുടെ വെളിയിൽ പറയുന്നില്ല എങ്കിലും ഓരോരുത്തർക്കും അവർക്ക് തന്നെ ദൈവങ്ങളാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് മനുഷ്യജാതി അനുഭവിക്കുന്ന എല്ലാ കെടുതികളും. അത് 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ തൊട്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, നമുക്കറിയാം ഇപ്പോൾ യുദ്ധങ്ങൾ കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ
നിന്നുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വേരിൽ പ്രവർത്തിക്കുന്ന മർമ്മമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു യാഥാർത്ഥ്യമാണിത് എന്ന് തിരിച്ചറിയാം. അപ്പം അതുകൊണ്ട് നാം നമ്മെ തന്നെ ദൈവമായി കണക്കാക്കുമ്പോൾ, എന്നാൽ അതേസമയം ദൈവത്തെ പോലെ പ്രവർത്തിക്കുവാൻ യാതൊരു കഴിവും സാധ്യതയും അധികാരവും നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏക കാര്യം ദൈവത്തെ നമ്മുടെ സ്വകാര്യ സ്വത്താക്കി മൊണോപ്പൊളൈസ് ചെയ്യുക എന്നതാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദി ഡെയിഫിക്കേഷൻ ഓഫ് ദ സെൽഫ്. സ്വയത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരുത്തണമെങ്കിൽ നമുക്ക് അതിന് സഹായിക്കുന്ന ഏക മാർഗം ദൈവത്തെ നമ്മുടെ സ്വകാര്യ സ്വത്താക്കി മൊണോപ്പൊളൈസ് ചെയ്യുക. ദൈവം ഞങ്ങളുടേത് മാത്രമാണ്. ഞങ്ങളുടെ ദൈവം നിങ്ങളെ അംഗീകരിക്കുന്നില്ല, നിങ്ങളെ അറിയുന്നില്ല. ഞങ്ങളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹം മുഴുവനും ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ ദൈവം എപ്പോഴും ഞങ്ങളുടെ വിജയം ഉറപ്പുവരുത്തും, നിങ്ങളെ പരാജയപ്പെടുത്തും. ഇഹലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൽ നിങ്ങളെ നല്ല ചീനിച്ചട്ടിയിലിട്ട് വറുത്ത് കരിച്ച് പൊരിച്ച് കൈത്തരും എന്നുള്ള ആശയം. ഇത് കൈൻ നമ്മുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല. നാം യേശുവിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇങ്ങനെയുള്ള യാതൊരു വികാരവും യേശുവിലില്ലായിരുന്നുവെന്ന് ഒരു ഞെട്ടലോടുകൂടെയെങ്കിലും തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് മതമേഖലയിൽ നാം വരുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഓരോ കൂട്ടരും 4 പേരുണ്ടെങ്കിൽ 5 പേരുണ്ടെങ്കിൽ ദൈവം അവരുടേത് മാത്രമാണ്. പിന്നെ ഭക്തന്മാരുണ്ടെങ്കിൽ അത് ദൈവം അവരുടെ വ്യക്തിപരമായ ഒരു ഊന്നുവടിയാണ് എന്ന വിധത്തിലാണ് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുക. ഓരോ സഭയ്ക്കും, ഓർത്തഡോക്സ് സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക്, മാർത്തോമ സഭയ്ക്ക്, CSA സഭയ്ക്ക് എന്ന് വേണ്ട 1900 സഭകൾക്ക് ദൈവം അവരുടെ ഊന്നുവടിയാണ്. മറ്റാർക്കും ഉപയോഗിക്കാൻ അവകാശമില്ലാത്ത ഊന്നുവടിയാണ്. പിന്നെ പെന്തക്കോസ്തുകാരുടെ പറഞ്ഞാൽ അതിനേക്കാൾ രസമാണ്. പരിശുദ്ധാത്മാവാണ് അവരുടെ പുട്ട് പാചകം ചെയ്യുന്ന നീരാവി പോലെയാണ് പരിശുദ്ധാത്മാവ് അവർക്ക്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ തന്നെയാണ് എന്നെങ്ങനെയാണ് തെളിയിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ വരവുണ്ടെങ്കിൽ നിങ്ങൾ മറുഭാഷയിൽ, അന്യഭാഷയിൽ സംസാരിക്കും. അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എന്നാ പിടിച്ചോ ഞങ്ങളുടെ മറുഭാഷ. നിങ്ങൾക്ക് മറുഭാഷയില്ലാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുള്ളതല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ പണ്ടത്തെ നമ്മുടെ അപ്പൂപ്പനായിരുന്ന കൈൻ പിതാവ് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നില്ല, പെന്തക്കോസ്ത് മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പിതാവേ ഇവർ ചെയ്തത് എന്തെന്നറിയാതെ ഇവരോട് ക്ഷമിക്കണമേ. ഇത് വളരെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. കൂടുതലായി പലതും പറയാനുണ്ടെങ്കിലും ആർക്കും ക്ഷമയില്ലാത്തത് കൊണ്ട് സമയപരിധി മാനിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഉദാഹരണമായിട്ട് ഓർത്തഡോക്സുകാരോട് ചോദിച്ചാൽ, ഈ ഓർത്തഡോക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പല ഓർത്തഡോക്സുകാർക്കും അറിയത്തില്ല എന്നത് കൗതുകമേറിയ ഒരു യാഥാർത്ഥ്യമാണ്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ട്രൂ ബിലീഫ്സ്, പഥ്യമായ ഉപദേശം അല്ലെങ്കിൽ പരിശുദ്ധമായ വിശ്വാസം, അതാണ് ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു സഭക്കാർക്ക് മാത്രം ഈ പരിശുദ്ധമായ വിശ്വാസത്തിൻ്റെ കുത്തക കിട്ടുന്നത് എന്ന് ഒരിക്കലും ഓർത്തഡോക്സുകാർ ചിന്തിക്കത്തില്ല. ഒരുത്തൻ ക്രിസ്ത്യാനി ആകണമെങ്കിൽ അവൻ ഈ സത്യവിശ്വാസം കൈക്കൊള്ളണം. എവറി ക്രിസ്ത്യൻ ഹാസ് ടു ബി ഓർത്തഡോക്സ്, ട്രൂ ബിലീഫ് ഉള്ളവർക്ക് മാത്രമേ ക്രിസ്ത്യാനിയാകാൻ സാധ്യതയുള്ളൂ. പക്ഷെ അതിനിടയിൽ നിന്നുകൊണ്ടാണ് ചില ഞാഞ്ഞൂറുകൾ പറയുന്നത് ഞങ്ങൾ മാത്രമാണ് ഓർത്തഡോക്സി എന്ന് പറയുമ്പോൾ അത് എന്തൊരു വികാരമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വല്യപ്പനായിരുന്ന കൈൻ പിതാവിനെ ഒന്ന് ഓർത്താൽ നിങ്ങൾക്ക് പൊടി കിട്ടും എന്നാണ് എനിക്ക് പറയാൻ. അതുപോലെ തന്നെ കത്തോലിക്കരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ മാത്രമാണ് കത്തോലിക്ക്. കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാത്തലിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എന്നാണ്, സാർവലൗകികം. അപ്പോൾ എങ്ങനെയാണ് ഒരു കത്തോലിക്കൻ ഞങ്ങൾ മാത്രമാണ് സാർവലൗകികം എന്ന് പറയുന്നത്? ഈ ലോകത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പേര് മുഴുഭ്രാന്ത് എന്നാണ്.
അപ്പം ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ ആരും കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഈ നോമ്പ് കാലത്ത് അത് നമ്മുടെ കയ്യിൻ വലിയ പിതാവിൻ്റെ ഒരു സമ്മാനമാണ് എന്ന് ദയവായി തിരിച്ചറിയണമെന്ന് എല്ലാവരോടും ഞാൻ വളരെ വിനയത്തോടെ അപേക്ഷിക്കും. അതുകൊണ്ട് നാം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഈ കയ്യിലിരുന്ന് ചിരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് നാം ചെയ്യുന്നത് എന്താണ്? ഇപ്രകാരമുള്ള തികച്ചും ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾക്ക് എന്തെങ്കിലും ഒരു മാന്യത എവിടെ നിന്നെങ്കിലും കടമെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തികച്ചും അടിസ്ഥാനരഹിതമായ ചില സങ്കല്പങ്ങൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, വി ക്രിയേറ്റ് ആർബിട്രറി മാർക്കേഴ്സ് ടു ജസ്റ്റിഫൈ ആ കൈൻ മെൻറ്റാലിറ്റി. ഈ കൈൻ മൂപ്പിൽ നമ്മുടെ ഉള്ളിൽ നമ്മളെ ചൊറിഞ്ഞ് മന്ത്രിച്ച് നമ്മളെ കൊണ്ട് കാണിക്കുന്ന ഭ്രാന്തിന് എന്തെങ്കിലും യുക്തിയുണ്ട് എന്ന ഒരു പ്രതീതി വരുത്തി തീർക്കത്തക്ക വിധം എന്തെങ്കിലും കണ്ടുപിടിക്കാമോ എന്ന ആ ഒരു അന്വേഷണത്തിലാണ് നാം ഈ കാണിക്കുന്ന കോമാളിത്തരം മുഴുവനും ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ ഒരു പ്രവർത്തന രീതിയാണ് ഈ മതവർഗീയമായ യുദ്ധങ്ങൾ. നമുക്കറിയാം, പാശ്ചാത്യ ചരിത്രത്തിൽ ലോകത്തെമ്പാടും, പിന്നെ ഭാരതത്തിൽ തന്നെ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. ബുദ്ധമതത്തെ ഇവിടെ നിന്ന് വേറെ അറത്ത് വെളിയിൽ കളഞ്ഞു. വലിയ രക്തച്ചൊരിച്ചിലൂടെ ഉണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. യൂറോപ്പിൻ്റെ ചരിത്രം പറഞ്ഞാൽ അവിടെ മതപരമായ യുദ്ധങ്ങൾ നടന്ന് സഹി കെട്ടിട്ടാണ് ഒരു മതേതര ദർശനം അവിടെ ഉണ്ടായത് എന്നാണ്. ഇതിൻ്റെ എല്ലാം പുറകിൽ വർത്തിക്കുന്നത് നമ്മുടെ കയ്യിനപ്പൂപ്പനാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. മതപരമായ യുദ്ധങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ ആ രണ്ട് സൈഡിലും നമ്മുടെ സമർത്ഥനായ കയ്യിനപ്പൂപ്പനാണ് പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്നത് എന്ന് ഈ വളരെ യുദ്ധം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിയില്ല. അത് കുരിശ് യുദ്ധത്തിൽ പോലും അതിൻ്റെ കമാൻഡർ ഇൻ ചീഫ് കയ്യിനപ്പൂപ്പനായിരുന്നു, സമർത്ഥനായ കയ്യിനപ്പൂപ്പനായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ആന്തരികമായി അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ ചരിത്രത്തിൻ്റെ വെളിച്ചം സഹായിക്കും എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്പം എന്തുകൊണ്ടാണ് കയീൻ സഹോദരനായ ഹാബേലിനെ കൊന്നത്? കയീൻ കിൽഡ് ഏബിൾ ടു ഹാവ് ദ വേൾഡ് ആൻഡ് ഗോഡ് ടു ഹിംസെൽഫ്. ദൈവത്തെയും ഈ ലോകത്തെ മുഴുവനും സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് സഹോദരനെ കൊന്ന് കയീൻ മിടുക്കനാക്കാൻ നോക്കിയത്. ആകെ ഒരു സഹോദരനേ ഉള്ളൂ, അവനെ കൂടെ തട്ടിക്കളഞ്ഞാൽ ഇത് മുഴുവനും എൻ്റേതാകും. അതുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കുമ്പോൾ സാത്താൻ മൂന്നാമത്തെ പരീക്ഷയിൽ അവനെ മലമുകളിൽ കൊണ്ടുപോയി ഈ ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളെയും അതിൻ്റെ നേട്ടങ്ങളെയും നിനക്ക് തരാം എന്നെ വീണ് ആരാധിച്ചാൽ മതി. അത് കയ്യിനപ്പൂപ്പൻ്റെ പരിപാടിയായിരുന്നുവെന്ന് യേശു തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ ഒരു പരീക്ഷയിൽ വീണു പോകാതിരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സ്വഭാവം എന്താണ്? നമുക്ക് ഈ ലോകം മാത്രം പോക്കറ്റിലിട്ടാൽ പോരാ, പരലോകവും നമ്മുടെ പോക്കറ്റിലാകണം. മറ്റാരെങ്കിലും നമ്മളെപ്പോലെ അല്ലാത്ത ആരെങ്കിലും അബദ്ധത്തിൽ സ്വർഗത്തിൽ കടന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? സഹിക്കത്തില്ല. അതാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. പക്ഷെ അത് മതപരമാണ്, ഭക്തിയുള്ളത് കൊണ്ട് അത് ഏറ്റവും മനോഹരമായ ദൈവീകമായ ഒരു വികാരമായിട്ടാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് ഊപ്പുകുത്തും. ഏതാണ് ഇന്നത്തെ സത്യം? അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കയ്യിനപ്പൂപ്പൻ നമ്മുടെ സ്വഭാവത്തിൽ ഇങ്ങനെ രാജത്വം ചെയ്യുന്നതിൻ്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു? നാം എല്ലാവരും നമ്മുടെ സ്വഭാവത്തിൽ സംഭവിച്ച വൈകല്യത്തിൻ്റെ അംശങ്ങളായ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ പെറ്റിനസ്, അല്പത്തരം, ഇൻജസ്റ്റിസ്, അനീതി ചെയ്യുന്നതിൽ അഭിമാനം കാണുക. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ആളോട് ചോദിച്ചാൽ യാക്കോബ സഭയുടെ 1000-ൽ പരം പള്ളികളും അതിൻ്റെ അനുബന്ധമായ ഭൂമിയും മറ്റ് സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുന്നത് അവിടെ ഏറ്റവും വലിയ അഭിമാനമാണ്. ഏറ്റവും കൂടുതൽ അനീതി സഹോദരി സഭയോട് കാണിച്ചാൽ അവർ ശരിക്കും ഓർത്തഡോക്സുകാരാകും എന്ന് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സമർത്ഥമായി പ്രവർത്തിക്കുന്ന കയ്യിനപ്പൂപ്പനാണേ എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് ഓർത്തഡോക്സുകാർക്ക് ദൈവമേ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ മർമ്മം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്നത് പോലെ അല്പത്തരം, അനീതി,
പിന്നെ ക്രൂരത, ക്രൂവൽറ്റി. നമ്മുടെ ദൈവത്തിൻ്റെ നേട്ടത്തിനെന്ന് നാം സങ്കല്പിച്ച് മറ്റുള്ളവർക്ക് എത്രമാത്രം മുറിവ്, നഷ്ടം വരുത്താമോ അത്രയും, അല്ലെങ്കിൽ അവർ അപകടത്തിലാകുന്നത് കണ്ട് സന്തോഷിക്കുകയാണ്. അതുപോലെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായവരെ സഹിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്, ഇൻടോളറൻസ്. ഇതൊക്കെയും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ വലിയ വലിയ ഭക്തിയും മറ്റുള്ളവർ നമ്മോട് കാണിക്കുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ വയ്യാതെയുമായി തരുന്ന ഈ ഒരു അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മർമ്മം മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യൻ അന്ധകാരത്തിലാണ് ഇരിക്കുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് യേശു ജനിച്ചപ്പോൾ ആ സംഭവത്തിൻ്റെ സാർവലൗകികമായ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് മത്തായി തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അന്ധകാരത്തിലിരുന്ന ജനം ഒരത്ഭുത പ്രകാശം കണ്ടു. ഈ അന്ധകാരത്തിൻ്റെ മർമ്മം കയീനപ്പൂപ്പൻ്റെ മർമ്മമാണ് എന്ന് ദയവായി തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ കയീൻ എന്ന് പറയുന്ന മർമ്മം എന്താണ്? സ്വയത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്താക്കുകയും അതിൻ്റെ ഫലമായി ഉത്ഭവിക്കുന്ന വിവിധമായ സ്വഭാവ വൈകൃതം അതിൽ അഭിമാനം കണ്ടെത്തുകയും ചെയ്യുന്ന, അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു അധപ്പതിച്ച അവസ്ഥയാണ്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് യേശു പറയുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് കയീനപ്പൂപ്പിനെ അങ്ങ് മാറ്റി വിട്ടിട്ട് സ്വയം ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ മർമ്മം മനസ്സിലാക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് ഈ കയീൻ മർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദർശപരമായ ആശയപരമായി ദി ഐഡിയ റാദർ ദാൻ ദ ഫിസിക്കൽ പേഴ്സൺ വരുമ്പോൾ എനിക്ക് കിട്ടണം. ലോകത്തിൽ രണ്ട് സമീപനങ്ങളാണ്, കിട്ടുക, രണ്ട് ആയിത്തീരുക. ഹാവിങ് വേഴ്സസ് ബീയിങ്. യേശു എപ്പോഴും പറയുന്നത് നിങ്ങൾ ആകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ദൈവ മക്കളാകുന്നു, നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളാകുന്നു, ആകുന്നു. മനുഷ്യന് വേണ്ടത് എന്താണ്? കിട്ടണം. അതുകൊണ്ടാണ് വിശ്വാസികൾ കിട്ടന്മാരാണ് എന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഇതാണ് ലോകത്തിൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ അടക്കി ഭരിക്കുന്ന മർമ്മമെന്ന് തിരിച്ചറിയാൻ രണ്ട് ഉദാഹരണം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നല്ലോ. അപ്പം ഞാൻ യേശുവിൻ്റെ ആദർശങ്ങളെ കേന്ദ്രീകരിച്ച് ഏറ്റവും നല്ല ഒരു വീഡിയോ ഇട്ടാൽ 200 പേര് 250 പേര് കാണും. അതേസമയം നാളെ ഞാൻ പുട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും മനോഹരമായ വിധം ഇന്നതാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടാൽ തീർച്ചയായും ഒരു 2 ലക്ഷം 3 ലക്ഷം പേര് കാണും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നതിനേക്കാൾ ആഹരിക്കുന്നതിനാണ് താല്പര്യം. തലച്ചോറിനേക്കാൾ ആമാശയമാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ആശയത്തേക്കാൾ ആമാശയത്തിനാണ് നമുക്ക് താല്പര്യം. കാരണം ഈ ആമാശയത്തിലോട്ടങ്ങ് വരുന്നതെല്ലാം അങ്ങ് വീണുകൊണ്ടിരിക്കുകയാണ്. ആമാശയത്തിൽ വീണത് നമ്മുടേതാണ്, അതെടുത്തുകൊണ്ട് പോകാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞാലും ശരിയല്ല. ഉള്ളിലെ വരെയാണ് അത് കൂടുതലും തിന്നുന്നത്. അത് നാം മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാം. അപ്പം അതുകൊണ്ട് ഈ ആഹരിക്കുക, ഉള്ളിലോട്ട് എടുക്കുക. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് എന്തെങ്കിലും കൊടുക്കുക. ഇപ്പം ഒരു കാര്യം ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അറിവ് ലോകത്തിന് പ്രദാനം ചെയ്യണ്ടേ, അത് നമുക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണ്, ഗ്രോ ബാഗിൽ എങ്ങനെയാണ് പൊട്ടറ്റോ വളർത്തേണ്ടത്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടു. അത് 10 ലക്ഷത്തിൽ പരം ആളുകൾ കണ്ടിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കകം. അതിനു പകരം ഞാൻ വേറൊരു വീഡിയോ ഇടുകയാണ്, നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ആശയങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ 10 ലക്ഷത്തിന് പകരം 100 പേര് കണ്ടാൽ അത് അതിശയമാണ്. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇത് കയീനപ്പൂപ്പൻ്റെ ഒരു സ്വാധീനമാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ യേശു മണലാരണ്യത്തിലേക്ക് പോയത്
ഈ കയീൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, ആ മർമ്മത്തെ, അതിൻ്റെ 3 പ്രകടന സ്വഭാവത്തിൽ മനസ്സിലാക്കുകയും അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്യുവാനാണ് ജീസസ് എൻകൗണ്ടേർഡ് ദ കൈൻ പ്രിൻസിപ്പിൾ ഇൻ ഇറ്റ്സ് 3-fold ആസ്പെക്ട്സ്. അത് സമയം അതിക്രമിച്ചു പോകുന്നല്ലോ, പെട്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ട് മുന്നോട്ട് പോകും. അപ്പോൾ കൈൻ മർമ്മത്തിൻ്റെ പ്രവർത്തന രീതി നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നത് കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു. അത് ഉള്ളിൽ സംഗ്രഹിച്ചു വെക്കണം. ഞാനത് കൂടുതലായി ഇനി ആവർത്തിക്കുന്നില്ല. അപ്പോൾ നാം എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ സ്വന്തമാണ്, എൻ്റെ ദൈവം, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഒന്നും ദൈവമല്ല, എൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രമേ ഇതിൽ അവകാശമുള്ളൂ, നീ ഇങ്ങോട്ട് കയറി എൻ്റെ മുറത്തിൽ കയറി കൊത്തരുത് എന്ന ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് അബ്രഹാമിൻ്റെ പിതാവ്, ഇസഹാക്കിൻ്റെ പിതാവ്, യാക്കോബിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭക്തി അങ്ങ് എന്താ പറയുന്നത്, കരകവിഞ്ഞൊഴുകുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കൈനപ്പൂപ്പനെ ദയവായിട്ട് ഓർത്തിരിക്കണം എന്ന് ഈ തരുണത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് യേശു വന്നത് മനുഷ്യ സ്വഭാവത്തിന് കൃത്യമായ ഒരു റീഓറിയൻറ്റേഷൻ, ഒരു പുതിയ ദിശാബോധം നൽകുവാനാണ്. എന്താണ്? കിട്ടണം എന്നതിൽ നിന്ന് ആയിത്തീരണം എന്നതിലേക്ക് മനുഷ്യ സ്വഭാവത്തെ ഒന്ന് മുഖം തിരിച്ച് അതിൽ കൂടെ പ്രാപിക്കാവുന്ന അത്ഭുതാവഹമായ അനുഗ്രഹങ്ങൾക്ക് അവകാശമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അങ്ങനെ നാം ആയിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അന്യജാതിക്കാരുടെ മേലും ദൈവമില്ലാത്തവരുടെ മേലും നിരീശ്വരവാദികളുടെ മേലും കമ്മ്യൂണിസ്റ്റുകാരുടെ മേലും നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തുള്ളവരുടെ മേലും വരുന്നതിൽ നമുക്ക് യാതൊരു വിമിഷ്ടവും തോന്നുകയില്ല. ആ ഒരു വലിയ മാറ്റം നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വഭാവത്തിൽ വരാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കാഴ്ചപ്പാടും പ്രവർത്തന രീതിയും താല്പര്യങ്ങളും എല്ലാം വളരെ സങ്കുചിതവും അപഹാസ്യവുമായി തന്നെ തുടരും എന്നത് ദയവായി മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട് നിങ്ങളൊരു 10 പട്ടികളുടെ മുമ്പിൽ ഒരു വെല്ലിൻ കഷ്ണം എടുത്തു എറിഞ്ഞു കൊടുത്താൽ അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശൗര്യത്തിൽ കടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം മറ്റൊന്നുമല്ല, ആ എല്ലും കഷ്ണം എൻ്റേത് മാത്രമായിരിക്കണം. പങ്കിടുക എന്നൊരാശയം പട്ടിയുടെ സ്വഭാവത്തിലില്ല. മതപരമായി നമ്മൾ പട്ടികളാണ്, അല്ലെങ്കിൽ പട്ടിയുടെ സ്വഭാവം മാത്രമുള്ളവരാണ്. അതുകൊണ്ടാണ് എൻ്റെ ദൈവമേ, എൻ്റെ പിതാവിൻ്റെ ദൈവമേ, എൻ്റെ പിതാവിൻ്റെ പിതാവിൻ്റെ ദൈവമേ, എൻ്റെ പള്ളിയിൽ മാത്രം ഇരിക്കുന്ന ദൈവമേ, ക്രിസ്ത്യാനിയെ മാത്രം അനുഗ്രഹിക്കുന്ന ദൈവമേ, മെത്രാൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ദൈവമേ എന്ന് ദൈവത്തെപ്പറ്റി നാം ചിന്തിക്കുന്നത് ഇതിനേക്കാൾ അപഹാസ്യമായ പാപ്പരത്ത് നിറഞ്ഞ ഒരവസ്ഥ വിഭാവന ചെയ്യാൻ സാധ്യമല്ല. നാം അഭിനയിക്കുന്ന ഭക്തിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന പാപ്പരത്വം, പൈശാചികമായ പാപ്പരത്വം തിരിച്ചറിയാൻ ഈ 2026 ആണ്ടിലെ നോമ്പ് കാലം ദൈവകൃപയാൽ നമുക്ക് ഇടവരുത്തട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മനുഷ്യജാതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം എന്താണ്? ഈ കൈനപ്പൂപ്പൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം സർവ മനുഷ്യജാതിയെ ഉൾക്കൊള്ളുവാനും എല്ലാവരോടും തുല്യമായി ഇടപെടുവാനും എല്ലാവരുടെയും നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാനും എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന നല്ല സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അവയെ മാനിക്കുവാനും അതിന് ജീവൻ നൽകുവാനുമായി പ്രവർത്തിക്കുന്ന ഈ വിശാലത ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നാം ക്രിസ്ത്യാനികളായിരുന്നിട്ടോ മുറയനുസരിച്ച് എല്ലാ വർഷവും ആചരിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. അപ്പം അതുകൊണ്ട് യേശു മരുഭൂമിയിലേക്ക് പോയത് ഈ കൈൻ മർമ്മത്തെ, അതിൻ്റെ 3 മുഖങ്ങളുടെ അല്ലെങ്കിൽ 3 പ്രവർത്തന രീതികളുടെ സ്വഭാവത്തെ തിരിച്ചറിയുകയും അതിജീവിക്കുകയും ചെയ്യാനാണ് ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെ 3 ഭാഗങ്ങൾ പ്രത്യേകം ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് ഓടിച്ച് നോക്കി നമുക്ക് ചിന്ത അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യത്തെ പരീക്ഷ എന്തായിരുന്നു? കല്ലിനെ അപ്പമാക്കുക.
അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: പ്രകൃതിയെ നിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. കല്ല് പ്രകൃതിയുടെ സമ്പത്താണ്, പ്രകൃതിയുടെ ഭാഗമാണ്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ കല്ലും അപ്പമായി തീരണം. അപ്പൊ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ദൈവമായി തീരുക. നിന്റെ ഇംഗിതമനുസരിച്ച് പ്രകൃതി എൻ്റെ നിയമങ്ങൾ പോലും മാറ്റി ആയിത്തീരുക. അതുകൊണ്ട് എന്ത് പ്രയാസം വരുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രകൃതിയെ കരുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ദൈവം ആദാമിനെ തോട്ടത്തിൽ കൊണ്ടാക്കുമ്പോൾ അവനോട് പറയുന്നത് തോട്ടത്തിനെ കരുതണമെന്നാണ് പറയുന്നത്. till the land and to take care of the garden. നീ തോട്ടത്തിനെ കരുതണം. അങ്ങനെ കല്ലപ്പമായിക്കൊണ്ടിരുന്നാൽ തോട്ടം അതിൻ്റെ കച്ചവടം കഴിയും, പ്രകൃതി നശിച്ചു പോകും എന്നത് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് എന്ന ഒരവസ്ഥയിൽ മനുഷ്യൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന ഒരു പരീക്ഷയാണ് സാത്താൻ മരുഭൂമിയിൽ യേശുവിന് ആദ്യമേ പ്രദാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ നിന്റെ ആവശ്യം കാണാനായി പ്രകൃതിയെ നശിപ്പിക്കണമെങ്കിൽ നശിപ്പിച്ചുകൊള്ളൂ. അത് നല്ലതാണ്, മിടുക്കാണ്. അതാണ് നിന്റെ ദൈവികമായ എന്താണ് കരുത്തിൻ്റെ അല്ലെങ്കിൽ നിന്റെ അസ്തിത്വത്തിൻ്റെ തന്നെ ഒരു പരിചയം. ദ ഒതന്റിക് മാർക്ക്, ദ ഹോൾ മാർക്ക് ഓഫ് യുവർ ഐഡന്റിറ്റി ആസ് എ സൺ ഓഫ് ഗോഡ്. ഇതാണ് ആദ്യത്തെ. പ്രകൃതിയെ ഇഷ്ടം പോലിട്ട് വട്ടുതട്ടുക. അത് ചരിത്രത്തിൽ സംഭവിച്ചു. ഇപ്പോഴത്തെ എൻവയൺമെന്റൽ ഇഷ്യൂസ് അങ്ങനെയാണ് ഉണ്ടായത്. ഇത് വലിയ വിഷയമാണ്, വേണ്ടതുപോലെ വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത്തെ പരീക്ഷ നോക്കുമ്പോൾ നമുക്കറിയാം, യേശുവിനെ യെരൂശലേം ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് താഴോട്ട് ചാടാൻ പറയുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയം ലാഭിക്കേണ്ടതും. അപ്പം അതിൻ്റെ അർത്ഥം പ്രകൃതിയെ നമുക്ക് ആദ്യത്തെ പരീക്ഷയിൽ പ്രകൃതിയെ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നത് പോലെ തന്നെ ദൈവത്തെയും നമ്മുടെ ചൊൽപ്പടിയിൽ നിർത്തുക. നമ്മൾ ചാടുമ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ട് ചാടണമെന്നല്ല, സാത്താൻ പറഞ്ഞിട്ട് ചാടാം. പക്ഷെ അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം നോക്കേണ്ട കടമ ദൈവത്തിനാണ്. നമ്മളങ്ങനെ മാത്രമാണ് നമ്മുടെ മതബോധം നിലനിർത്തുന്നത്. ദൈവത്തോട് ചോദിച്ചിട്ടല്ല നാം ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവമേ എന്നാ പിടിച്ചു, അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, എൻ്റെ ദൈവമേ നീ ഇതെന്നോട് ചെയ്തല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ്. ഇതിൻ്റെ ഒക്കെയും പുറകിൽ ഒരാൾ നിന്ന് ചിരിക്കുന്നുണ്ട്, മറന്നു പോകരുത്. അത് നമ്മുടെ കൈയിനപ്പൂപ്പനാണ്. അപ്പം മതം ആകമാനം സ്ഥിതി ചെയ്യുന്നത് ഈ കൈയിൻ മർമ്മത്തിലാണ് എന്ന യാഥാർത്ഥ്യമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ പരീക്ഷയിൽ കൂടെ വെളിപ്പെട്ട് വരുന്നത് എന്ന് ഒരു ക്രിസ്ത്യാനിയും ഈ 2000 വർഷം കൊണ്ടും തിരിച്ചറിയുന്നില്ല. അറിയാനുള്ള അവസരങ്ങൾ അവന് അല്പം പോലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് മതമെന്ന് പറഞ്ഞാൽ ഉടനെ അത്ഭുത പ്രവൃത്തി. നമ്മുടെ ഈ കാലത്തെ പ്രോസ്പെരിറ്റി ഗോസ്പലിൽ മുഴുവനും നമ്മുടെ കൈയിനപ്പൂപ്പൻ നിന്ന് തിമിർക്കുകയാണ്. അത്ഭുതം അത്ഭുതം അത്ഭുതം. എന്താണ്? ദൈവത്തെ സ്വന്തം ചൊൽപ്പടിക്ക് നിർത്തുവാൻ സ്പെഷ്യൽ PhD എടുത്ത, അതിൻ്റെ ട്രിക്കുകൾ മുഴുവൻ പഠിച്ച തൊലിക്കട്ടിയുള്ള ചില മാന്യന്മാർ വന്ന് ജനങ്ങളെ നൈസായിട്ട് അങ്ങ് കബളിപ്പിച്ച് പോക്കറ്റ് അടിച്ച് അവരെ വിഡ്ഢികളാക്കി കുളിപ്പിച്ച് നിലത്ത് കിടത്തിയാലും വീണ്ടും അവൻ്റെ പുറകെ പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ മുത്തച്ഛനിലെ വല്യപ്പനിലെ കയീൻ പിതാവ്. മറന്നു പോകരുത്, അദ്ദേഹം ഇപ്പോഴും ചിരിക്കുന്നു. ഇതാ കയീൻ ചിരിക്കുന്നു. പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ ഉള്ളിൽ നിന്ന് കയീൻ പിതാവ് ചിരിക്കുന്നു. ഇതാണെന്ന് മനസ്സിലാക്കി. ഇതൊക്കെയും യേശുവിൻ്റെ രണ്ടാമത്തെ പരീക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ദയവായി ഓർക്കണം. മനസ്സിലാക്കാൻ കൂടുതലായി നിങ്ങളുടേതായ വിധത്തിൽ ശ്രമിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മൂന്നാമതായിട്ട് എന്താണ്? യേശുവിനെ ഒരു മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയില്ല, ഇത് മുഴുവൻ നിനക്ക് തരാം, നിന്നെ എന്ന് വീണ് നമസ്കരിച്ചാൽ മതി. എൻ്റെ അർത്ഥം, ഈ കയീൻ പിതാവ് നമ്മുടെ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം ലോകത്തെ മുഴുവനും ഒക്കുമെങ്കിൽ ലോകത്തെ മുഴുവനും എൻ്റെ ചൊൽപ്പടിയിൽ കൊണ്ടുവരുവാൻ നമുക്കതിനുള്ള കഴിവില്ല. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരമെങ്കിലും, പിന്നെ പ്രായമായി കഴിഞ്ഞാൽ എൻ്റെ മുറി, ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീടും പരിസരവും, പിന്നെ എൻ്റെ പ്രവർത്തന മേഖലകൾ, എൻ്റെ സമൂഹം, ഇതൊക്കെ ഞാൻ നിയന്ത്രിക്കും. ഞാൻ അങ്ങനെ കുറേ കളിച്ചവനാണ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ വീടെങ്കിലും ഒന്ന് എൻ്റെ പരിധിയിൽ നിർത്താൻ
ഇപ്പോഴതൊന്നുമില്ല. എൻ്റെ മുറി അപ്പൊ ഈ ഡോമിനേഷൻ ഇത് അനുഭവത്തിൽ കൂടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകും. ലോകത്തെ എൻ്റെ ചൊൽപ്പടി നിർത്തുവാൻ ഇപ്പോൾ ട്രംപിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ പുടിനെ പോലെയുള്ള ആളുകൾ, പിന്നെ നമ്മുടെ വിശ്വഗുരുവായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി, ഇവരൊക്കെ ഇങ്ങനെ ലോകത്തെ മുഴുവനും അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭ കൊണ്ട് നിറച്ച് അവരുടെ പ്രതിച്ഛായയെ ലോകത്തെ ഒന്ന് ഉടച്ചു വാർക്കുവാൻ താല്പര്യമുള്ളവരാണ്. എന്നാൽ ഇതൊക്കെ വെറും മണ്ടത്തരമാണ് എന്ന് ചരിത്രം 1000 തവണ തെളിയിച്ചിട്ടും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് ലോകത്തിൽ ഇപ്പോൾ മാറി വിരിച്ച് തല ഉയർത്തി നിൽക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കാം. അതുകൊണ്ട് നാം ഈ നോമ്പ് കാലത്ത് തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, സ്വഭാവം കൊണ്ട് നാം കയീന്മാരാണ്, അല്ലെങ്കിൽ കയീൻ്റെ വംശാവലിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമുക്ക് പരസ്പരം യഥാർത്ഥത്തിൽ സത്യസന്ധമായ കൂട്ടായ്മ ആചരിക്കാൻ കഴിയാത്തത്. നമ്മുടെ ഏതെങ്കിലും സഭയിൽ ഈ രണ്ട് ദിവസത്തിനിടെ ഒരു സഹോദരി എന്നെ കാണാൻ വന്നു. എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ നല്ല ആത്മീയ വെളിച്ചമുള്ള ഒരു യുവതി എന്നെ കാണാൻ വന്നു. ഞാൻ സ്നേഹിക്കുന്ന, വിലമതിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസി. വലിയ ആവേശത്തിലാണ്, വിശ്വാസത്തെ സംബന്ധിച്ച് സത്യസന്ധമായി 100% കളങ്കമില്ലാത്ത ആവേശത്തിലാണ്. പക്ഷേ ഹൃദയം നുറുങ്ങി പറയുകയാണ്, ഞാൻ ഞായറാഴ്ച തോറും ആരാധിക്കാൻ പോകുന്നുണ്ട്, പക്ഷേ കൂട്ടായ്മ ആചരിക്കാൻ, കൂട്ടായ്മ എന്ന അനുഭവം അല്പം പോലും ഇല്ല എന്ന് പറഞ്ഞത് ഞാൻ ഈ തരുണത്തിൽ അങ്ങ് ഓർത്തു പോവുകയാണ്. നമ്മുടെ ഉള്ളിൽ കയ്യിൻ രാജത്വം ചെയ്യുമ്പോൾ, ഓരോരുത്തരുടെയും ഉള്ളിൽ കയ്യിൻ രാജത്വം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മധ്യത്തിൽ കൂട്ടായ്മ ഉണ്ടാകുന്നത്? അതുകൊണ്ടാണ് യേശു ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ നമസ്കാരം ഇപ്പോൾ കയ്യിൻ മൂപ്പലിൻ്റെ നമസ്കാരമാണ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സുകാരനും യാക്കോബക്കാരനും അടുത്ത് വന്നാൽ കടിക്കും. അതാണ് നമ്മുടെ ആരാധന. ഈ ഒരു അവസ്ഥയിൽ വേണ്ട സിറിയൻ ഓർത്തഡോക്സ്, സീറോ മലബാർ സഭ, കിഴക്കോട്ട് തെരഞ്ഞു നിൽക്കുന്നവരും പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുന്നവരും മുഖാമുഖം നിന്നാൽ കടിക്കും. അത് കയ്യിൻ അപ്പൂപ്പൻ്റെ എന്ന് കിട്ടിയതാണോ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണോ? നിങ്ങൾ എന്നോട് ദയവായി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് ഈ നോയമ്പിനെ നാം ആത്മീയമായി മനസ്സിലാക്കുമ്പോൾ, നാം ഇപ്പോൾ മനുഷ്യ സ്വഭാവത്തിൽ നൈസർഗികമായ സ്ഥിതി എന്ന മർമ്മമായ ഈ കയ്യിൻ മർമ്മം, അതായത് ദൈവത്തെയും ലോകത്തെയും നമ്മുടെ താല്പര്യമനുസരിച്ച് നിയന്ത്രിക്കുകയും വളച്ചൊടിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക മാത്രം ആണ് എൻ്റെ ലക്ഷ്യം. അതിനപ്പുറത്ത് എനിക്കൊന്നും താല്പര്യമില്ല, എനിക്ക് അറിയുകയും വേണ്ട, കാണുകയും വേണ്ട എന്ന വിധത്തിൽ നിൽക്കുമ്പോൾ, ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. രണ്ടാമത്തേത് അതിനോട് സമം അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. സ്നേഹമെന്ന് പറഞ്ഞാൽ സ്വയത്തെ അതിജീവിക്കുകയും സ്വയത്തിൻ്റെ പരിമിതിയിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുന്ന പ്രമാണത്തിൻ്റെ പേരാണ് ഈ സ്നേഹം എന്നുള്ളത്. ദൈവത്തെ നാം സ്നേഹിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഈ സ്വയത്തിൻ്റെ അടിമത്തത്തിൽ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ, ഈ കയ്യിനപ്പൂപ്പൻ്റെ പിടുത്തത്തിൽ നിന്ന്, നമ്മുടെ കൊങ്ങായ്ക്ക് പിടിച്ചിങ്ങനെ വെച്ചിരിക്കുന്ന കയ്യിനപ്പൂപ്പൻ്റെ ഈ അയൺ ഫിസ്റ്റ്, ഉരുക്ക് മുഷ്ടിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് നൽകിയിരിക്കുന്ന മർമ്മമാണ് സ്നേഹം എന്നുള്ളത്. അത് 2026 ആണ്ടിലെ ലെൻറ്റ്, നോയമ്പ്, ഈ ലോകത്തെയും ദൈവത്തെയും മനുഷ്യജാതിയെയും മറ്റുള്ള എല്ലാവരെയും സ്വന്തം താല്പര്യമനുസരിച്ച് വളച്ചൊടിക്കുന്ന ഈ ദുഷിച്ച കാഴ്ചപ്പാടിൽ നിന്ന് എല്ലാവരെയും സ്നേഹിക്കുന്ന വിശാലതയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം മാറ്റി സ്ഥാപിക്കുന്ന വിടുതലിൻ്റെ നോമ്പായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ.